എല്ലാവർക്കും നമസ്കാരം. ഈ പ്രഭാതത്തിൽ തന്നെ വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ റെയിൽവേ ട്രാക്കിലാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്തൊരു സ്ലോപ്പ് കണ്ട. ഈ സ്ലോപ്പിലൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കഴിഞ്ഞ് ഇന്ന് കാലത്ത് ഏകദേശം 6:45 കുറച്ച് സ്ത്രീകൾ ഈ സ്ലോപ്പിലൂടെ, അതായത് അവർക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഇവർക്ക് വടക്കൻ ഭാഗത്തേക്കാണ് പോകേണ്ടത്, വടക്ക് ദേശത്തേക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം സ്വല്പം ഉയരമുള്ളതിനാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മുറിച്ച് കടക്കാനായിട്ട് സാധിക്കില്ല, ഉയരക്കൂടുള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ മേൽപ്പാലമില്ല. വർഷങ്ങളായിട്ട് ഇവിടെ മേൽപ്പാലമില്ല. ഇവിടെ മേൽപ്പാലം ഇല്ലാത്ത സംഭവം ഈ സ്റ്റേഷൻ അധികൃതർ പലവട്ടം ജനപ്രതിനിധികൾ എല്ലാവരും അറിയിച്ചിട്ടും യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിവൈൻ ഡിവൈനിൽ ധ്യാനം കഴിഞ്ഞ് വരുന്ന ആളുകൾ ഇതിൻ്റെ സൈഡിലൂടെ കയറിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ സ്ലോപ്പ് വഴി, ഈ സ്ലോപ്പിൻ്റെ ഇതിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ വശത്തേക്ക് കടന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറും. ഇതാണ് സാധാരണ നടക്കാറുള്ളത്. ഇന്ന് കാലത്ത് 6:45 ധ്യാനം കഴിഞ്ഞ് അങ്ങനെ ഒരു 3 പേര് ഇതുപോലെ ഈ സ്ലോപ്പിൻ്റെ ഇതിൽ ഈ അപ്പുറത്തെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് കടന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതിനിടയിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വന്നത്. ഇവർ കണ്ടില്ല. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കടന്നു വന്നു. വണ്ടി ട്രെയിൻ തട്ടി 2 പേരും തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞു വീണു. ഒരാൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. മറ്റൊരാൾ ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വേറൊരാൾക്ക് വേറെ പ്രശ്നങ്ങളോ പരിക്കുകളോ അങ്ങനെ നിസ്സാര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. മരിച്ച ആൾ കാസർഗോഡ് സ്വദേശിനിയാണ്. റോസമ്മ, 73 വയസ്സ്, വൈഫ് ഓഫ് ജെയിംസ്, ആനശ്ശേരി വീട്, പുഞ്ചദേശം, കാസർഗോഡ്. ഈ അഡ്രസ്സിലുള്ള കാസർഗോഡ് സ്വദേശിനിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്, വണ്ടി തട്ടിയപ്പോൾ തന്നെ. മറ്റൊരാളെ ഗുരുതര പരിക്കുകളോടെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പേര് ഉഷ, വടക്കുംകാടൻ ഹൗസ്, പറവൂർ. അപ്പോൾ അങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായി. അത് നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ജനപ്രതിനിധികളോട് ഇവരോട് ആവശ്യപ്പെടുന്നൊരു സംഭവം, ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ധ്യാനം കൂടാൻ വരുന്ന ആളുകൾ, എന്താണ് ഇങ്ങനെ ഒരു മേൽപ്പാലമില്ലാത്ത സ്ഥിതി ഇവിടെ ഉള്ളത്? ഇത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. അതുപോലെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സംഭവം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലൊരു പ്ലാറ്റ്ഫോം, ഒരു മേൽപ്പാലത്തിൽ കൂടെ കടക്കാൻ സാധിക്കാതെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇത് യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ ഈ ആളുകൾ വന്ന് അവർ എളുപ്പത്തിൽ റെയിൽ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. വണ്ടി വരുന്നത് അറിയാതെ ഈ വയസ്സായ ആളുകൾ മരണപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അമൃത് പദ്ധതി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ജനപ്രതിനിധികൾ ഉണർന്ന് ഈ വിഷയത്തിൽ ഇടപെടണം. ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മേൽപ്പാലം ഇല്ലാത്തതിൻ്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ ഈ ദുരന്തത്തിന് കാരണമായിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.